ഇതിനേക്കാൾ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇതോട് ചേർന്നുള്ള ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സിദ്ദിഖ് സേട്ടിന് വഖഫ് എന്താണെന്ന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. അച്ഛാ, സത്യസന്ധതയില്ലാതെ ബൈബിള് പറഞ്ഞു നടക്കുന്ന ചില രാഷ്ട്രീയക്കാരുടെ വാദങ്ങൾ നമ്മൾ വിലക്കെടുക്കേണ്ടതുണ്ടോ? ക്രിസ്ത്യാനികൾ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിനൊരു നിലപാടുണ്ട്. ആ നിലപാടിന് യാതൊരു വിധത്തിലും ചേരാത്ത വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് അത് കോട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഒരു നിരുത്തരവാദപരമായിട്ടുള്ള വഞ്ചനാപരമായിട്ടുള്ള നിലപാടാണ്. കുടിയിറക്കം ഉണ്ടാവില്ല എന്ന് ലീഗ് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് കേൾക്കാമായിരുന്നു. അതേ സമയത്ത് തന്നെ അവർ തന്നെ പറയുന്നത് കേൾക്കാം, നിയമപരമായിട്ട് സർക്കാർ ഇത് പരിഹരിക്കണമെന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മുനമ്പം വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞവർ തിരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ മുനമ്പം വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് ചുവടുമാറ്റിയതിൻ്റെ അർത്ഥം എന്താണ്? ഇനിയും ക്രൈസ്തവർ മിണ്ടാതിരുന്നാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ചില രാഷ്ട്രീയ നേതാക്കൾ മുനമ്പത്ത് വന്ന് ബൈബിൾ പറഞ്ഞ് പാവപ്പെട്ട മുനമ്പം ജനതയെ കബളിപ്പിക്കുന്നത് എന്തിനു വേണ്ടി? കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കുവാൻ 60 ദിവസം തെരുവിലേക്ക് ഇറങ്ങിയിട്ടും നീതി ലഭിക്കാത്ത മുനമ്പം ജനതയുടെ ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുന്ന തറയക്കട വിളിച്ചനാണ് ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കുവാൻ എത്തിയിരിക്കുന്നത്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിയമ വിദഗ്ധരായ ചില രാഷ്ട്രീയ നേതാക്കന്മാർ മുനമ്പത്ത് ചെന്ന് 5 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അതൊരു ശരിയായ ചോദ്യമാണ് അല്ലേ. നമ്മൾ ഒരു മാസം മുമ്പ് പാർലമെൻറ്റിൽ വഖഫ് ഭേദഗതിയെ എതിർക്കുന്നവരുടെ വാദഗതികളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ചെയ്ത അവസരത്തിൽ അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ വീഡിയോ കാണണമെന്ന് നമ്മൾ പ്രേക്ഷകരോട് അഭ്യർത്ഥിച്ചിരുന്നു. അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരു 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നാമത്തത്, ഇത് 5 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് പറയുന്ന ആളുകളുടെ വാദങ്ങളെ വിശ്വസിക്കരുത് എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, കോടതിക്ക് പുറത്ത് വെച്ച് ഇത് പരിഹരിക്കാം എന്ന് പറയുന്നവരെ വിശ്വസിക്കരുത്. കാരണം അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലൂടെ ഈ ജനത്തിൻ്റെ റവന്യൂ അവകാശങ്ങൾ സ്ഥിരീകരിക്കപ്പെടുകയില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യരുതെന്ന് പറഞ്ഞായിരുന്നു. മൂന്നാമത്തത്, ഈ നമ്മുടെ നാട്ടിൽ കൂടെ നിയമപരമായി ഇത് പരിഹരിക്കണമെന്ന് ചതിവിൽ പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. അവർ പറയുന്നത് ഇപ്പോഴത്തെ വഖഫ് നിയമം അനുസരിച്ച് പരിഹരിക്കണമെന്ന്. അവരെയും വിശ്വസിക്കരുത്. ഇതൊന്നും പരിഹാരമല്ല എന്നും, പരിഹാരം എന്തായിരിക്കണം, ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ അത് സാധ്യമാണ്. അത് ഇപ്പോൾ ഇന്ത്യയിൽ തെളിഞ്ഞും കഴിഞ്ഞതാണ്. ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. അതിനുശേഷം ഇപ്പോൾ 2 ആഴ്ച മുമ്പ് നമ്മുടെ ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിലുള്ള ആളുകൾ അവർ മുനമ്പത്ത് ചെന്നിട്ട് ഇത് മുനമ്പത്ത് വഖഫ് ഭൂമിയല്ല, ഇതിപ്പോൾ പരിഹരിച്ച് തീരാനുള്ള തീർക്കാൻ കഴിയും എന്നൊക്കെ വലിയ കാര്യങ്ങളൊക്കെ ആ പാവപ്പെട്ട ജനത്തെ ചതിക്കാനായിട്ട് പറയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അവിടെ നിൽക്കുന്നത് കണ്ട ആളുകൾ, ആ മുമ്പിൽ നിന്നതെല്ലാം വക്കീലന്മാരാണ്. നമ്മൾ ഈ വിഷയം പഠിച്ചിടത്തോളം ഇത് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കപ്പെടാവുന്ന ഒന്നല്ല. നമ്മൾ ഒന്നിൽ കൂടുതൽ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അത് നിയമം അറിയാവുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങളും നിയമത്തിൽ കിടക്കുന്ന കാര്യങ്ങൾക്ക് നോക്കിയിട്ടാണ് നമ്മളത് പറഞ്ഞിരുന്നത്. എന്നിട്ട് വീണ്ടും ഈ ജനത്തെ ചതിക്കാൻ വേണ്ടി ഇത് വഖഫ് ഭൂമിയല്ല, ഇത് ഇപ്പോൾ പരിഹരിക്കാമെന്ന് പറയുകയാണ്. വാസ്തവത്തിൽ മുനമ്പത്തെ ഭൂമി വഖഫ് അല്ല എന്ന് പറയാനായിട്ട് ഇവർ ഉന്നയിക്കുന്ന വാദം, അതിനകത്ത് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. കണ്ടീഷൻ ഉണ്ടെങ്കിൽ വഖഫ് ആകുകയുമില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ സിദ്ദിഖ് സേട്ട് കൊടുത്ത ആധാരത്തിൽ വഖഫ് എന്ന വാക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഉണ്ടെന്നുള്ളത് ശരിയാണ്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇനി കോൺഗ്രസ് എഴുതിയ 95-ലെ നിയമം, അതിൻ്റെ 40-ാമത്തെ ആർട്ടിക്കിൾ എടുത്തു വെച്ച് വായിച്ചാൽ, അതായത് വഖഫാണെന്ന് കരുതാനായിട്ട് ന്യായമുണ്ടെങ്കിൽ അത് വഖഫാണെന്ന് കോൺഗ്രസ് എഴുതി കൊടുത്തിരിക്കുന്ന നിയമം അതിനോട് കൂട്ടി വായിച്ചാൽ അത് വഖഫായിട്ട് ആളുകൾക്ക് എഴുതിക്കൂടെ? അങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലോ
ഈ മുനമ്പത്തുള്ള ആളുകൾക്ക് ഇപ്പോൾ നോട്ടീസ് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഭൂമിയുള്ള അവകാശം നഷ്ടമാകുന്ന നിലയിലേക്ക് വന്നത്, വീണ്ടും വീണ്ടും ഈ നേതാക്കൾ എന്തുകൊണ്ടാണ് മുനമ്പത്ത് പോയിട്ട് ഇത് വഖഫല്ല എന്ന് പറഞ്ഞു? അവർ വാസ്തവത്തിൽ സമീപിക്കേണ്ടതും ജോലി ചെയ്യേണ്ടതും കോടതിയുമായിട്ട് ബന്ധപ്പെട്ടും നിയമഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടല്ലേ? അത് ചെയ്യാതെ ഈ പാവപ്പെട്ട ആളുകളെ എന്തിനാണ് വീണ്ടും വീണ്ടും ഈ നുണ പറഞ്ഞ് ചതിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം, സിദ്ദിഖ് സേട്ടിന് നമ്മുടെ നാട്ടിലെ ഒരു സ്ഥലം വഖഫ് ചെയ്ത്, അതായത് നമ്മുടെ നാടിൻ്റെ ഒരു സ്ഥലം വഖഫ് ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ദീപികയിൽ ജോഷി മയ്യാലച്ചന് എഴുതിയിരുന്ന ഒരു ആർട്ടിക്കിളിനകത്ത് കുറച്ചധികം വിവരങ്ങൾ കിടപ്പുണ്ട്. അതിനകത്ത് പറയുന്ന ഡോക്യുമെൻ്റ് വെച്ച് പറയുന്ന വിവരങ്ങളനുസരിച്ച് ഈ സ്ഥലം പാട്ടത്തിനെടുത്ത അബ്ദുൾ സത്താർ മൂസ ഹാജിയുടെ പിൻഗാമിയായിട്ട് വന്ന മൂസ അബ്ദുൾ കരീം സേട്ടു മരിക്കുന്നത് 1945. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മകളാണ് ഉണ്ടായിരുന്നത്, ആമിന എന്ന് പറയുന്നത്. 6 വയസ്സ് പ്രായമുള്ള ആമിന. ഇദ്ദേഹത്തിൻ്റെ സമ്പത്തുകളൊക്കെ ഈ ആമിന മൈനർ ആയതുകൊണ്ട് സമ്പത്തുകളുടെയൊക്കെ റിസീവറായിട്ട് അന്ന് കോടതി വെച്ചതാണ് ഈ സിദ്ദിഖ് സേട്ടിനെ. അദ്ദേഹം 1947 ഈ സ്ഥലം ആധാരം ചെയ്തെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ആമിനയ്ക്ക് 8 വയസ്സാണ്. പിന്നീട് നമ്മൾ ചില വാദഗതികളൊക്കെ കാണുന്നത് ഇദ്ദേഹം കൊടുത്തിരുന്നു എന്നൊക്കെയാണ്. അതെന്തെങ്കിലും ആകട്ടെ, 1950 ഈ ആമിനയ്ക്ക് 11 വയസ്സുള്ളപ്പോഴാണ് ഇത് വഖഫ് ആധാരമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ആ കൊച്ചിന്, അല്ലെങ്കിൽ ഈ ആമിനയ്ക്ക് തിരിച്ച് അവകാശപ്പെടാൻ, പിതാവിൻ്റെ സ്വത്ത് അവകാശപ്പെടാനായിട്ട് സമയമുണ്ടായിരിക്കെ, അതിന് 16 വയസ്സാണല്ലോ, സമയമുണ്ടായിരിക്കെ എങ്ങനെയാണ് ഈ സിദ്ദിഖ് സേട്ട് വഖഫായിട്ട് കൊടുക്കുന്നത്? ഒന്നാമത്തെ, ഇദ്ദേഹത്തിന് എന്ത് അവകാശമുണ്ടായിരുന്നു എന്നൊരു ചോദ്യം അവിടെ നിൽപ്പുണ്ട്. ഇത് കുറച്ച് നാളായിട്ട് നമ്മളാണ് നിൽക്കുന്നത്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇതോട് ചേർന്നുള്ള ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സിദ്ദിഖ് സേട്ടിന് വഖഫ് എന്താണെന്ന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. സിദ്ദിഖ് സേട്ടിന് വഖഫ് എന്താണെന്ന് അറിയാമായിരുന്നുവോ? കാരണം വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്നാണ് അവരുടെ നിയമം. അവരുടെ നിയമം അനുസരിച്ച് വഖഫ് ആധാരം എഴുതുന്നതെങ്കിൽ വഖഫ് എഴുതിയതിന് ശേഷം അതിൽ കണ്ടീഷൻ വെക്കാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം. അത് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, പൈസ മേടിച്ച് വിറ്റിട്ടുമുണ്ട്. ഇനി ഇത് ആ വിധത്തിലല്ലാതെ ചാരിറ്റിക്കായിട്ടും വിദ്യാഭ്യാസവും അല്ല പോകുന്നെങ്കിൽ അത് എൻ്റെ പിൻഗാമികളിലേക്ക് തിരിച്ചു ചേരുമെന്നും ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന വഖഫായിരുന്നുവോ? അങ്ങനെ വഖഫ് ആണെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ച് ഇദ്ദേഹത്തിന് ഈ വഖഫിനെ കുറിച്ച് എന്താണ് അറിയാമായിരുന്നു? അറിയാത്തൊരു കാര്യം ചെയ്തിട്ട് അത് മറ്റുള്ളവരുടെ മുകളിലേക്ക് ആരോപിക്കുന്ന ഒരു പ്രത്യേക സിറ്റുവേഷൻ നമ്മൾ കാണുന്നത്. ഇങ്ങനെ യാതൊരു വ്യക്തതയും ഇല്ലാത്ത ഒരു ആധാരത്തിൻ്റെ ബേസിൽ ഒരു നിസാർ കമ്മീഷൻ തീരുമാനിച്ചതനുസരിച്ചല്ലേ ഇപ്പം മുനമ്പത്തെ ആൾക്കാർക്ക് ഈ നോട്ടീസ് കിട്ടിയിരിക്കുന്നത്? ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ന്യായവും നീതിയൊക്കെ എന്താണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? അച്ഛാ, ചില രാഷ്ട്രീയ നേതാക്കന്മാർ മണിപ്പൂരും ചർച്ച് ബില്ലും പറഞ്ഞ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ അവരെ ചതിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു വഞ്ചനാപരമായ നീക്കമല്ലേ? മുനമ്പത്തുള്ളത് കോൺഗ്രസ് അണികളാണെന്ന് ചില ആളുകളെങ്കിലും പറയാറുണ്ട്. ഇങ്ങനെയുള്ള അവരുടെ സ്ഥലത്തിന് വഖഫ് നോട്ടീസ് കിട്ടിയിട്ട് നിൽക്കുകയാണ്. അതായത് അവരൊരു ജീവന് മരണ പോരാട്ടത്തിലാണ്. ഇങ്ങനെയുള്ള അവസരത്തിൽ ഈ മുനമ്പത്ത് ചെന്ന നേതാക്കന്മാർ അവരാദ്യം അസംബ്ലിയിൽ പോയിട്ട് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസ്സാക്കി. അതിനുശേഷം മുനമ്പത്ത് ചെന്നിട്ട് അവരോട് പറയുകയാണ്, ഞങ്ങളാണ് നിങ്ങളെ ആദ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. എന്നിട്ട് അവിടുന്ന് മറ്റൊരു വാദം ഉന്നയിക്കുകയാണ്, ഇത് വഖഫ് സ്ഥലം അല്ലെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു പ്രത്യേക വാദം ഉന്നയിക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം ചർച്ച് ബില്ലിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെ, മണിപ്പൂർ അതൊരു വഞ്ചനാപരമായിട്ട്, കടുത്ത വഞ്ചനാപരമായിട്ടുള്ള ഒരു നിലപാടാണ്. ചർച്ച് ബില്ലുണ്ടാക്കി കളയും, അതുകൊണ്ട് ഞങ്ങളിതിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ചെയ്തു വെച്ചത് എന്താണെന്ന് നമുക്കറിയാം. ഇത് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത്, നമ്മുടെ ഈ പ്രശ്നം ആരംഭിച്ച അവസരത്തിൽ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു മഹൽ കമ്മിറ്റി ഉടനെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു ബോർഡ് ഉണ്ടാക്കണമെന്നും അതിൻ്റെ കീഴിൽ ക്രിസ്ത്യൻ പള്ളികളെല്ലാം കൊണ്ടുപോകണമെന്നൊരു പ്രമേയം പാസ്സാക്കുകയുണ്ടായി. അത് വാർത്തകളിലൊക്കെ വന്നതാണ്. ഒരേ ഭാഷ, അതായത് ഇവരെ ഇതും പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ അവരനങ്ങാതെ മാടത്തിലേക്ക് കയറി ഇരുന്നോളും എന്നാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ വിചാരിക്കുന്നത് എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. അച്ഛാ, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പലപ്പോഴും പല ക്രിസ്ത്യൻ സമുദായ പ്രോഗ്രാമുകളിലും ബൈബിള് പറഞ്ഞ് ക്രിസ്ത്യാനികളെയും സ്വാധീനിക്കുന്നത് കാണാറുണ്ട്.
അതൊരു രാഷ്ട്രീയമായ വഞ്ചനാപരമായ നീക്കം തന്നെയാണോ? അതേപോലെ ഇതൊരു വല്ലാത്ത ചതിയായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ക്രിസ്ത്യാനികൾ വളരെയധികം സ്നേഹിക്കുന്ന, ജീവന് തുല്യം സ്നേഹിക്കുന്ന അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ദൈവവചനം എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ദൈവവചനം ആരെങ്കിലും പറയുമ്പോൾ അവരോട് ഒരു അടുപ്പം തോന്നുക സ്വാഭാവികമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് വളരെയധികം ഹിന്ദുക്കൾ, പ്രത്യേകിച്ച് ഞാൻ പറയും, ആത്മാർത്ഥമായിട്ട് ഈ വചനം വായിക്കുകയും അത് ഇങ്ങനെ കോട്ടി സംസാരിക്കുകയും ചെയ്യാറുണ്ട്. നമുക്കതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. എന്നാൽ അങ്ങനെ ഒരു നിലപാടല്ല നമ്മൾ ഈ പറഞ്ഞ വ്യക്തികൾ കാണുന്നത്. അങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ട് നമ്മൾ വിചാരിക്കണം. ബൈബിള് വായിക്കുക, അതുകൊണ്ട് മനുഷ്യരെ പറ്റിക്കുക, ഇത് വചനം വായിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിലൊരു 10-20 വർഷമായിട്ട് ദാവാക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അവരിത് മുഴുവനും അരിച്ച് പെറുക്കി അങ്ങോട്ട് വായിച്ചിട്ട് അത് പിന്നെ ക്രിസ്ത്യാനികൾക്കെതിരെ പ്രയോഗിക്കാനായിട്ട് അതിനകത്തുള്ള ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ട് അവർക്കെതിരെ പ്രയോഗിക്കാനായിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതായത് ക്രിസ്തുവിനെതിരെ, ദൈവത്തിനെതിരെ ദൈവത്തിനെ തന്നെ പ്രയോഗിക്കുന്ന ഒരു പരിപാടി. ഈ ഒരു വഴിയിലാണോ നമ്മുടെ ഈ രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പറയാൻ പറ്റുകയില്ല, ഈ പറയുന്ന ചുരുക്കം ചില രാഷ്ട്രീയക്കാർ പരിശ്രമിക്കുന്നത്? അതാണോ അവർ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധമെന്നാണ് നമുക്ക് ചിലപ്പോൾ തോന്നുന്നത്. ദൈവവചനം വായിച്ച് സംസാരിക്കുന്ന ആളുകൾ അത് നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന മാനവികതയും സത്യസന്ധതയൊക്കെ ഉൾക്കൊണ്ട് വേണം സംസാരിക്കാൻ. അത് ജീവിതത്തിൽ കാണുകയും വേണം. നിന്ന നിപ്പിൽ അപ്പുറം ഇപ്പുറം മാറിക്കളിച്ചുകൊണ്ട് ദൈവവചനം കോട്ട് ചെയ്ത് ഇവരെ ആളുകളെ പറ്റിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നടപടിയല്ല എന്ന് നമുക്ക് വ്യക്തതയുണ്ടാവണം. അച്ഛാ, കേരളത്തിലെ ചില MP-മാർ CBSIയിലെ പിതാക്കന്മാരെ ചെന്ന് കണ്ട് വഖഫിനെ പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ചേതോവികാരം എന്താണ്? അത് ശരിയാണല്ലേ. ഈ ദിവസങ്ങളിൽ, ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ വാർത്തയായൊരു വിഷയമാണ്. കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ MP-മാർ അഖിലേന്ത്യാ ബിഷപ്സ് കോൺഫറൻസ് അതിന് പിതാക്കന്മാരെ കണ്ടിട്ട് ഈ വഖഫിനെ അനുകൂലിക്കണം പിതാക്കന്മാർ എന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി എന്നൊരു വാർത്ത വളരെ വൈഡായിട്ട് നമ്മുടെ നാട്ടിൽ പരന്നു. ഇതിനകത്ത് വലിയൊരു ചതിയുണ്ട് എന്ന് ഇന്നലെ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു CBSIയുടെ പത്രക്കുറിപ്പ് പറയുന്നുമുണ്ട്. അതായത് ഇവർ അനൗപചാരികമായിട്ട് പിതാക്കന്മാരെ കണ്ടതാണ്. അങ്ങനെ കണ്ടതിന് ശേഷം ഈ മീറ്റിങ്ങിൻ്റെ ഫോട്ടോകളോ വാർത്തയോ മീഡിയയിൽ വരരുത് എന്ന് അവർ എഗ്രി ചെയ്യുകയും ചെയ്തതാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം ഈ വാർത്ത പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചു. അതെന്തായാലും CBSIന്ന് ഒരു എഗ്രി എന്നെങ്കിൽ അവരല്ലല്ലോ കൊടുത്തത്. ഇവിടെ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചിട്ട് പിതാക്കന്മാരോടെല്ലാം വഖഫിൻ്റെ കൂടെയാണെന്ന് ആളുകളുടെ ഇടയിൽ, അതായത് അന്ധരമായിട്ടുള്ള രാഷ്ട്രീയക്കാർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. ഈ അന്ധരായിട്ടുള്ള രാഷ്ട്രീയക്കാരെ പിതാക്കന്മാരെല്ലാം കൂടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ധരിപ്പിക്കാനായിട്ടുള്ളൊരു ചതി, ഈ ഒരു പ്രയോഗം അല്ലെങ്കിൽ ഒരു പരിശ്രമം ഈയിടെ നടന്നതായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഈ രാഷ്ട്രീയ മാന്യതയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഒരു മാന്യതയ്ക്കോ ചേരുന്ന ഒരു പ്രവൃത്തിയാണോ ഇവർ ചെയ്യുന്നത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ക്രിസ്ത്യാനികളും അവരെ നയിക്കുന്ന പിതാക്കന്മാരും വിശ്വസിക്കുന്നത് കർത്താവായ ദൈവത്തിലാണ്. വഖഫ് ബോർഡിൻ്റെ ആളുകളുടെ ദൈവം എന്ന് പറയുന്നത് അള്ളാഹുവാണ്. നമ്മുടെ നാട്ടിൽ ഈയിടെ വീണ്ടും അള്ളാഹുവും കർത്താവാദൈവവും ഒരാളാണെന്നുള്ള ഒരു സന്ദേശം ആളുകൾ ഇങ്ങനെ കണ്ടമാനം ഒരു നുണപ്രചരണം വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ക്രിസ്ത്യാനികളും പിതാക്കന്മാരും വിശ്വസിക്കുന്നത് ആരിലാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ക്രിസ്ത്യാനിയുടെ വിശ്വാസ പ്രമാണം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിതാവായ സർവശക്തനും പിതാവുമായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു, പുത്രനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അവിടുന്ന് കുരിശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്നൊക്കെയാണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസ പ്രമാണം. എന്നാൽ അള്ളാഹു പഠിപ്പിക്കുന്ന ഖുർആൻ പറയുന്നതനുസരിച്ച് ഈ ദൈവം പിതാവുമല്ല, പുത്രനുമല്ല, പരിശുദ്ധാത്മാവുമല്ല, കുരിശിൽ മരിച്ചിട്ടുമില്ല. നേരെ എതിര് സംസാരിക്കുന്ന ഈ അള്ളാഹു എങ്ങനെയാണ് പിതാക്കന്മാർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ആളുകളാകുന്നത്? ഇനി ആ അള്ളാഹുവിൻ്റെ നിയമം അത് നമുക്കറിയാം. ഖുറാനിൽ തന്നെയാണ് ഇത് ഒരു ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഖുറാൻ്റെ പ്രചരണമാണ്. ഖുറാൻ്റെ 29:46 ഒരു ദൈവമാണെന്ന് പറയുന്നത്. അതിനാണ് ഈ ദാവാ പ്രവർത്തകരും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മുടെ കുറേ ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞു നടക്കുന്നത്. ഈ ഒരു ദൈവമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നുണ പറഞ്ഞ് വ്യാപിപ്പിക്കുന്നു. ഇപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ
പിതാക്കന്മാർ സപ്പോർട്ട് ചെയ്യേണ്ടത് ബൈബിളിന് നേർവിപരീതമായിട്ട് പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ നിയമം ഞങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യുന്നു, അത് ഈ നാട്ടിൽ ഈ മതേതര രാജ്യം സ്ഥാപിക്കപ്പെടണമെന്നാണോ പിതാക്കന്മാർ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നാണ്. അച്ഛാ, മുസ്ലിം ലീഗിന്റെ കാര്യം പറഞ്ഞാൽ ഇലക്ഷന് മുമ്പ് വേറൊരു നിലപാട്, ഇലക്ഷന് ശേഷം മറ്റൊരു നിലപാട്. യഥാർത്ഥത്തിൽ ഇവരെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അതുപോലെ കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ AP അഹമ്മദ് സാറിനെ ഉദ്ധരിച്ചുകൊണ്ടും അദ്ദേഹം പറഞ്ഞ തെളിവുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ മുസ്ലിം ലീഗിൻ്റെ കീഴിലാണ്, നിയന്ത്രണത്തിലാണ് ഏതാണ്ട് വഖഫ് ബോർഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. ഈ വഖഫ് ബോർഡ് തന്നെയാണ് മുനമ്പത്തുള്ള ആളുകൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ പ്രശ്നം രൂക്ഷമായപ്പോൾ നമ്മൾ കണ്ടതാണ്, ഇവർ മീറ്റിങ്ങൊക്കെ കൂടി, ഇലക്ഷന് മുമ്പ് മീറ്റിങ്ങൊക്കെ കൂടി, ഇത് നമുക്ക് പ്രശ്നമില്ലാതെ പരിഹരിക്കണം, അത് ഇല്ലാതെയാക്കണം, ഇതാണെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ വരാപ്പുഴയിൽ പിതാക്കന്മാരെ കണ്ട്, 16 പിതാക്കന്മാരെ ഞാൻ വിചാരിക്കുന്നത്, അവിടെ കണ്ട് ഇത് അങ്ങനെയൊന്നുമില്ല എന്ന് പ്രൈവറ്റായിട്ട് ഇവർ സംസാരിക്കുകയും ചെയ്തു, ഇതൊക്കെ പറയുകയും ചെയ്തു. ഇലക്ഷന് മുമ്പ് അതിന് വലിയൊരു പരസ്യം കൊടുക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അത് ഞാൻ നേരിട്ട് ഇങ്ങനെ കണ്ട് കേട്ടറിഞ്ഞത് കൊണ്ടാണ്. ശ്രീ പാണക്കാട് സാദിഖലി തങ്ങൾ അവിടെ പോയി, അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രവർത്തനമാണ്. അദ്ദേഹം അവിടെ പോയി ഇവരെ കണ്ട് സംസാരിച്ചു, ഇത് കൂടിയാലോണ്ട് പരിഹരിക്കണമെന്നൊക്കെ പറഞ്ഞങ്ങ് പോയത് നമ്മൾ കണ്ടതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ, ഇതൊക്കെ മുമ്പ് നടക്കുന്ന കാര്യങ്ങൾ, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കളവൊക്കെ മാറി. അന്നേരത്തേക്കും പുതിയ ആളുകൾ KM ഷാജി, ET മുഹമ്മദ് ബഷീർ എന്നൊക്കെ മുമ്പോട്ട് വന്ന് ഇത് വഖഫാണ്, ഇത് ശരിയല്ല. അപ്പോഴത്തേക്കും മുസ്ലിം ലീഗും ചോട് മാറ്റി ചവിടുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിങ്ങനെ കാലം വരുമ്പോൾ ഈ തക്കിയ പ്രയോഗിക്കുക, സമയാസമയങ്ങളിൽ എന്തിനാണ് ആ സമയത്ത് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തിയത് മുസ്ലിം ലീഗ് എന്നുള്ളത്. കാരണം ഇതിനു മുമ്പ് 2-3 വർഷം മുമ്പും അതിലുള്ള വീഡിയോകൾ, ഇത് വഖഫ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ നമുക്ക് ഇപ്പം മീഡിയയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഇലക്ഷൻ്റെ കാലത്ത് മാത്രം വന്നപ്പോൾ ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പോയി ഒരു ചതിപ്രയോഗം നടത്തുന്നത് എന്തിനാണ്? നമ്മൾ മാന്യന്മാരാണെന്ന് കരുതുന്ന ആളുകളാണെന്ന് വിചാരിക്കണം. അവരിങ്ങനെ ഇത്രയും ഈ ഒരു സ്ട്രാറ്റജിക്കായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഒരു അസ്വീകാര്യമായിട്ടുള്ള നിലപാടായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും നിലപാട് മാറ്റുന്ന മുസ്ലിം ലീഗും പ്രതിപക്ഷ നേതാക്കന്മാരും ബൈബിള് പറഞ്ഞ് വ്യക്തമായി പാവപ്പെട്ട ക്രൈസ്തവരെ കബളിപ്പിക്കുന്ന രാഷ്ട്രീയ കരുനീക്കങ്ങളെക്കുറിച്ചും വ്യക്തവും കൃത്യവുമായി നമ്മോട് സംസാരിച്ച ബഹുമാനപ്പെട്ട തറേക്കടവിലച്ചന് ഷെക്കീന പ്രേക്ഷകരുടെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളു.